പ്രേക്ഷകർ ഈ മണിക്കൂർ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിൽ കനത്ത മഴയിൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു എന്ന വാർത്തയാണ് വരുന്നത്. കാർത്തികപ്പള്ളി UP സ്കൂളിൽ ഓടിട്ട മേൽക്കൂരയാണ് തകർന്നത്. അവധി ദിവസമായതിനാൽ തന്നെ വലിയൊരു അപകടം ഒഴിവായി. സ്കൂൾ അധികൃതർക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. കോൺഗ്രസ് BJP പ്രവർത്തകർ സ്കൂളിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന് ദേവൻ MP ചേരുന്നു. ദേവൻ, ഒരു വലിയ അപകടം ഭാഗ്യം കൊണ്ട് ഒഴിവായി എന്ന് പറയാം. ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? അവിടേക്ക് കൂടുതൽ ആളുകളൊക്കെ എത്തുന്നുണ്ടോ? സ്കൂൾ അധികൃതർ അടക്കം എത്തുന്നുണ്ടോ? ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? സിധു ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം തന്നെ ഒരു വലിയൊരു അപകടം ഒഴിവായെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് കാർത്തികപ്പള്ളിയിലുള്ള ഈ അപകടം നടന്ന UP സ്കൂളിൻ്റെ മുൻപിലാണ്. ഈ കാണുന്ന ഭാഗത്താണ് ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും ഈ മേൽക്കൂര തകർന്നു വീണത്. ഓടുപാകിയ ക്ലാസ് മുറികളായിരുന്നു ഈ കെട്ടിടത്തിലുണ്ടായിരുന്നത്. ഇതിൻ്റെ ഈ മുകൾ ഭാഗമാണ് ഈ മഴയത്ത് പൂർണ്ണമായും അതിൻ്റെ ഏകദേശം മുൻഭാഗം പൂർണ്ണമായും തന്നെ തകർന്നു വീണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ തടിയും ഒക്കെ തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ആ ഒരു മഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായി പെയ്യുന്ന മഴയിൽ ഈ തടിയൊക്കെ എത്രത്തോളം ദ്രവിച്ചാണ് ഇരുന്നതെന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാവാൻ സാധിക്കും. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ മാത്രമാണ് ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ സംഭവം അറിഞ്ഞപ്പോൾ ആദ്യം ഈ സ്കൂൾ അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമ്മളെ അറിയിച്ചിരുന്നത് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്ന റൂമല്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ ക്ലാസ് റൂമാണിത്. ഈ സംഭവം നടക്കുന്നത് 4B എന്ന് പറയുന്ന ക്ലാസ് ഡിവിഷൻ്റെ മുൻഭാഗത്തായിട്ടാണ്. ഈ ക്ലാസ് റൂമിൻ്റെ മുൻഭാഗത്ത് ഈ വരാന്തയാണ് ഈ തകർന്നു വീണിരിക്കുന്നത്. ഇവിടെ ക്ലാസ് മുറികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പ്രധാനാധ്യാപകൻ നമ്മളോട് ആദ്യം സംസാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു സത്യാവസ്ഥ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച വരെയും ഇവിടെ ക്ലാസ് നടന്നിരുന്നു. ക്ലാസ് സ്ഥിരമായി നടക്കുന്ന മുറി തന്നെയാണ് ഇത്. ഈ ക്ലാസ് നടന്നിരുന്നില്ല എന്ന് പറയുന്നത് ഈ അപകടം നടന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം പുറത്തറിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ കാര്യമെന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ പറയുന്നത്. ഇപ്പോൾ ഈ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന ബെഞ്ചും ഡെസ്കും എല്ലാം തന്നെ പൂർണ്ണമായും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ക്ലാസ് റൂം ഇങ്ങനെ ഒരു തുറസായ ഒരു മുറി പോലെ ഇപ്പോൾ കിടക്കുന്നത്. ഒപ്പം തന്നെ ഈ മറ്റ് ഡിവിഷനുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു അവസ്ഥയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇതിനിപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ സമീപത്തായി തന്നെ പുതിയൊരു കെട്ടിടം പണിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് അവിടെ വൈദ്യുതീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ക്ലാസ് മാറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പോഴും ഈ തുടർച്ചയായി ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ക്ലാസ് നടന്നിരുന്ന ഒരു മുറി തന്നെയാണ് അത്. ഇന്നിപ്പോൾ ഈ ഞായറാഴ്ച ആയതുകൊണ്ട് ആ ഒരു അപകടം ഒഴിവായി എന്നുള്ളത് കൊണ്ട് അത് മാത്രമാണ് ഇതിനകത്തൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. കാരണം കുട്ടികളെല്ലാവരും തന്നെ ഈ വരാന്തയിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ക്ലാസ് നടക്കാത്തപ്പോഴും അല്ലെങ്കിൽ ഒക്കെ പുറത്തോട്ടിറങ്ങി നിൽക്കുന്നതും എല്ലാം തന്നെ ഈ വരാന്തകളിലൊക്കെ തന്നെയാണ്. ഈ മഴയുള്ള ദിവസങ്ങൾ കൂടിയാകുമ്പോൾ സ്വാഭാവികമായി കുട്ടികൾ ഈ മുറ്റത്തേക്ക് ഇറങ്ങുക കുറവായിരിക്കും. ഈ വരാന്തയിലേക്ക് തന്നെ ആയിരിക്കും കൂടുതൽ. അധ്യാപകരോ PTA ഭാരവാഹികളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ ഇപ്പോൾ ഈ സ്കൂളിൻ്റെ ഭാഗത്ത് ഉണ്ട്. പക്ഷേ നമ്മളോട് ഇതുവരെ നേരിട്ട് സംസാരിച്ചിട്ടില്ല ഈ പ്രധാന അധ്യാപകൻ. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടി ചേരുന്നുണ്ട്. മോള് ഈ ക്ലാസ് റൂമിൽ തന്നെയാണോ പഠിക്കുന്നത്? ഇവിടെ തന്നെയാണോ? ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞത് നമ്മൾ അന്വേഷിച്ചപ്പോൾ. അതായിരുന്നു സത്യം? അല്ല, എല്ലാ ദിവസവും ഇവിടെ തന്നെയായിരുന്നോ ക്ലാസ് ഉണ്ടായിരുന്നത്? നിങ്ങളൊക്കെ തന്നെ നിൽക്കുന്നത് ഈ വരാന്തയിൽ തന്നെ ആയിരിക്കുമോ? ആയിരിക്കുമല്ലേ? ഇതിപ്പോൾ 4Bയുടെ ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ട് വശമാണല്ലോ ഇത്. എത്ര കുട്ടികളുണ്ട് ക്ലാസ്സിൽ? 25 കുട്ടികളുണ്ട്. ബാക്കി ഡിവിഷനുകളിലൊക്കെ എത്ര കുട്ടികളൊക്കെ ഉണ്ടെന്ന് അറിയാവോ? അറിയില്ല. ഈ കെട്ടിടത്തിൻ്റെ ഒരു കാര്യം, ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും ചോരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ മുമ്പ്? ചോരുന്ന ക്ലാസ് മുറികളായിരുന്നോ? അപ്പോൾ അത് മഴ പെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എന്താ ചെയ്യുക? ബെഞ്ച് നീക്കിയിട്ടിരിക്കും. മഴ പെയ്യുന്ന ഭാഗത്തുനിന്ന് ബെഞ്ച് മാറ്റിയിട്ടേക്കും അല്ലേ? മഴ പെയ്യുമ്പോഴും ആ ക്ലാസ് റൂമിൽ തന്നെ ആയിരുന്നു ഇത് പഠിക്കുന്നതല്ലേ? സിധു, അത് തന്നെയാണ്. ഈ വ്യാഴാഴ്ച വരെയും ഈ ക്ലാസ് റൂമിൽ തന്നെയായിരുന്നു ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നത്. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസം എന്തായിരുന്നു, അന്ന് ഇവിടെ പ്രവൃത്തി ദിവസമായിരുന്നില്ല. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഈ ക്ലാസ് നടക്കുന്നതും ഈ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നതും ഇതേ ക്ലാസ് റൂമിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച കുട്ടി ആ ക്ലാസ് റൂമിലാണ്. 4ാം ക്ലാസ്സിലെ 4Bയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണത്. ആ കുട്ടി പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത്, മഴയുള്ള ദിവസങ്ങളിലും ഇതേ ക്ലാസ് റൂമിൽ തന്നെയാണ് ക്ലാസ് നടക്കുന്നത്. മഴ പെയ്യുന്ന സമയങ്ങളിൽ ചോർന്നൊലിക്കുന്ന സ്ഥലത്ത് നിന്ന് ബെഞ്ച് മാറ്റിയിട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ അവിടെ തന്നെ ഇരുത്തി ക്ലാസ് എടുക്കുക. ഇത് തന്നെയാണ് കഴിഞ്ഞ നാളുകളായി തന്നെ ഈ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആ ബ്ലോക്കിലുള്ള ഏറെക്കുറെ എല്ലാ ക്ലാസ്സുകളുടെയും അവസ്ഥയും സമാനമായിരിക്കില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ദൃശ്യങ്ങളിൽ ആ ബ്ലോക്കിൽ ഒത്തിരി ക്ലാസ്സുകൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നിരനിരയായി
അതെ, ഞാൻ ഒന്ന് നമുക്ക് ആ ക്ലാസ് മുറികളുടെ അകംവശം ഒന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം നിന്നിരുന്നത് ഈ ക്ലാസിൻ്റെ മുറികളുടെ അകത്തായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ ഉൾവശം. ഇവിടെ എല്ലാം ബെഞ്ചും ഡെസ്കും എല്ലാം തന്നെ ഉണ്ടായിരുന്ന ക്ലാസ് റൂമാണ്. ഈ അപകടം നടന്നതിന് ശേഷം ഇവിടെ നിന്നും അതെല്ലാം തന്നെ പൂർണ്ണമായി മാറ്റിയെന്നാണ് ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ നമ്മളടുത്ത് ഈ സമയത്ത് ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാണാൻ കഴിയും, ഈ ക്യാമറ ഒന്ന് മുകളിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴും ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഒപ്പം തന്നെ കെട്ടിടത്തിൻ്റെ ഭിത്തിയുടെ എല്ലാം തന്നെ ദൃശ്യങ്ങൾ നമുക്കത് കാണാൻ കഴിയും. എത്രത്തോളം പഴക്കമുണ്ട് ഈ കെട്ടിടത്തിൽ നിന്നുള്ള കാര്യം. പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയിരുന്നില്ല എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയക്കാരും ഒപ്പം തന്നെ ജനപ്രതിനിധികളുമായിട്ടുള്ള ആളുകൾ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇതിന് ഫിറ്റ്നസിനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയിട്ടില്ല. പക്ഷെ അപ്പോഴും ഒരു പുതിയ കെട്ടിടം സമീപത്ത് പണിയുന്നുണ്ട്. എന്നാൽ ക്ലാസ് മുറികൾ അങ്ങോട്ട് പൂർണ്ണമായി മാറ്റിയിരുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഓർഡർ അനുസരിച്ച് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ സ്കൂളുകളും പരിശോധിച്ച് പഠനയോഗ്യമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പരിശോധിച്ച് റിപ്പോർട്ടൊക്കെ നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനമൊക്കെ തുടങ്ങുന്നത്. ഇപ്പോൾ സ്കൂൾ തുറന്നിട്ട് 1 മാസേ ആവുന്നുള്ളൂ. ഈ 1 മാസത്തിനിടയിൽ തന്നെ എത്ര സ്കൂളുകളിലാണ് ദേവൻ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുന്നത്? സ്കൂളിന്റെ മേൽക്കൂര ഇടിഞ്ഞ് വീഴുന്നതും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ. അതുതന്നെയാണ് എല്ലാ അധ്യയന വർഷവും ആരംഭിക്കുന്നതിന് മുമ്പും സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി അത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കണം എന്നുള്ള കാര്യം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ എല്ലാ സ്കൂൾ അധികൃതർക്കും ആ നിർദ്ദേശം നൽകിയിട്ടുള്ളതുമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഈ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളെല്ലാം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് നമ്മളിവിടെ ആദ്യഘട്ടത്തിൽ എത്തുമ്പോൾ ഇതിന് മുന്നിൽ സ്കൂളിന് മുന്നിൽ തടിച്ചു കൂടിയിരുന്ന ആൾക്കാരും ഒപ്പം തന്നെ ഇപ്പോൾ ഈ ജനപ്രതിനിധികളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് തമ്മിലൊരു ചെറിയ വാക്കുതർക്കമൊക്കെ ഉണ്ടായിരുന്നതും ആ കാരണം കൊണ്ട് തന്നെയാണ്. ഈ പഞ്ചായത്ത് ഫിറ്റ്നസ് അനുമതി നൽകാത്തപ്പോഴും എങ്ങനെയാണ് ഇവിടെ തുടർച്ചയായി ക്ലാസുകൾ നടന്നിരുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ ആളുകളുടെ ഒരു പ്രതികരണം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും.